ഏയ് നീ അത്യാവശ്യമായിട്ട് കാണണം ഉടനെ വരണമെന്ന് പറഞ്ഞിട്ട് ഇത് കുടിക്കാനാണ് വിളിച്ചെന്നെ. നീ കാര്യം പറയടേ. കാര്യം പറയാൻ എന്തോ ഇവിടെ ചുമ്മാ വീട്ടിനകത്തെ മനസമാനമാണ് സാധനം. രാവിലെ ജോലിക്ക് ഇറങ്ങാൻ തൊട്ട് തുടങ്ങുന്ന പ്രശ്നങ്ങളാണ്. ഒന്നല്ലെങ്കിൽ വേറൊന്ന്. ഒന്നീ ജമന്തി മോഹൻ്റെ വലിച്ചിറക്കിക്കും, അല്ലെങ്കിൽ തങ്കത്തിൻ്റെ കണ്ണീര് കാണണം, അല്ലെങ്കിൽ ക്ലീറ്റോ ഓരോ കുഴപ്പത്തിൽ ചാടിയിട്ട് അതിൻ്റെ പിറകെ കിടക്കണം. ഒരു ഓഫീസ് ചെയ്യുന്നാലാ അതിൻ്റെ ഇരട്ടിത്തപ്പേണം. എൻ്റെ പൊന്നളിയാ, അതവിടെ മാത്രമല്ല, ഇപ്പോൾ ഉള്ള എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെ. നമ്മളെപ്പോലെ ഈ പ്രായത്തിലുള്ള എല്ലാവർക്കും അനുഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇപ്പം എന്ത് ചെയ്യണമെന്നാണ് അതിന്? അല്ലെന്നേ ഒരു മനസമാനം വേണ്ട. നമുക്കൊരു കാര്യം പറയാനോ നമുക്കൊരു 5 മിനിറ്റ് നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് വേണ്ടി ജീവിക്കണ്ടടാ. നമ്മൾ പഠിക്കണ സമയത്ത് പഠിക്കണം. അത് ജോലി കിട്ടി കഴിഞ്ഞാൽ ഉടനെ കല്യാണം കഴിച്ച് പിന്നെ പെണ്ണിനെ നോക്കണം, പിന്നെ കൊച്ചാണെങ്കിൽ കൊച്ചിൻ്റെ പിറകെ കിടക്കണം, പിന്നെ കൊച്ചിൻ്റെ കല്യാണമായി. സത്യത്തിൽ നമ്മൾ ജീവിക്കുന്നില്ല. അത് കറക്റ്റാണ്. ഈ ഓരോരുത്തർ പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞാണ്, നിങ്ങൾ ജീവിക്കുക സന്തോഷമായിട്ട് ജീവിക്കും, ഒരു ദിവസവും സന്തോഷമായിട്ട് ജീവിക്കും. ഒരു ദിവസം മനസമാനായിട്ട് കിടന്ന് തുടങ്ങാൻ പറ്റില്ല വീട്ടിൽ. ഇതെല്ലാം കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് അത് വേണം, അല്ലെങ്കിൽ ഇപ്പോൾ താഴെ വെക്കുമ്പോൾ അവളെ കണ്ണീരായിട്ടിരിക്കും, അല്ലെങ്കിൽ ക്ലീറ്റോ മര്യാദയ്ക്ക് അത് കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോൾ ആ കുടുംബം നോക്കണം, ഇവിടുത്തെ പ്രശ്നം നോക്കണം, തലവേദന കേസുകളാണ്. ഞാൻ പറഞ്ഞാൽ ഒരു 2 ദിവസം എവിടെയെങ്കിലും ഇറങ്ങി പോകാൻ നമുക്ക്. എവിടെ പോരാണ്? മനസ്സമായിട്ട് ഇഷ്ടമുള്ള കുറച്ച് കൂട്ടുകാരോടെ കുറച്ച് ദിവസം ഇരുന്ന് അത്രയും സന്തോഷമല്ലടാ. നമുക്ക് കറങ്ങാൻ പോയാലോ എവിടെയെങ്കിലും? എന്നാൽ നമുക്ക് വെക്കേഷന് പോയാലോ? എൻ്റെ മനസ്സിന് തീ പിടിച്ചിരിക്കുന്നത് ഇപ്പോഴാണ്. തീ പിടിച്ച് കത്തി തീർന്ന ശേഷമല്ലേ വെള്ളം ഒഴിക്കേണ്ടത്. ഇപ്പം നിനക്ക് കത്തിക്കൊണ്ടിരിക്കുന്ന തീയിൽ വെള്ളം ഒഴിച്ചാൽ പോരെ? കത്തിക്കൊണ്ടിരിക്കുന്ന തീയിൽ നിനക്ക് വെള്ളം ഒഴിച്ച് ആ തീ അണച്ചാൽ പോരെ? വെള്ളം ഒഴിച്ചാൽ പോരെ എന്ന് പറഞ്ഞാൽ അത് തന്നെ. അതുപോലെ ആര് നമ്മളെ കൂടെ നമ്മളോട് പഠിച്ചില്ല അനീഷും രാജീവ് വന്നിട്ടുണ്ട്. അനീഷ് കുവൈറ്റിൽ നിന്ന് വന്നാ? ആ മറ്റേ രാജീവ് വന്നെന്ന് എന്നെ വിളിച്ചപ്പോ അവൻ ദുബൈയിലല്ല, അവൻ എന്നെ വിളിച്ചിട്ടുണ്ട്. മറ്റേ കുവൈറ്റിൽ വന്നിട്ടുണ്ട്. അവനെത്തിയിട്ടുണ്ട്. ആണോ? പിന്നെ അവന്മാർ ഇതുപോലെ തന്നെ ഭാര്യമാർ രണ്ടും അവിടെ ഇതുപോലെ നമ്മളെ പോലെ തീ അണയ്ക്കാൻ വേണ്ടി. എന്നാ ഇന്ന് കൂടാ? ഇന്നാ നാളെ മറ്റന്നായ പോലെ. മറ്റന്നാ എനക്കെന്ത്? അല്ല ശരി, ഇന്നെങ്കിൽ ഇന്ന് കൂടാ. മറ്റന്നാ കൂടാ. ഇന്ന് കൂടണം. മറ്റന്നാ വീട്ടിലൊക്കെ ഒന്ന് പറഞ്ഞ് അറേഞ്ച് ചെയ്തിട്ട് വെച്ചിട്ട് അതല്ലേ നല്ലത്. എനിക്കും നീ രാജീവിനെ അന്വേഷിച്ച് നീ വിളിച്ചോളൂ. ഞാൻ വിളിക്കാം. എന്നെ നമ്പറില്ല. അപ്പോൾ മറ്റന്നാ മനസമാനായിട്ട് നമ്മൾ ഒരുമിച്ച് കൂടുന്നു. എവിടെയാണ് സ്ഥലം? എവിടെ? ആദ്യം എവിടെയും തീരുമാനിക്കാം. പ്ലാൻ ചെയ്യാം. സ്ഥലം തന്നെയല്ല. എന്തായാലും മറ്റന്നാ കൂടുന്നു. ഒരു മാറ്റമില്ല. ഇനി എന്തുണ്ടെങ്കിലും മാറിക്കളയുന്നത് മാറില്ല. ഞാൻ ഉറപ്പ്. എന്ത് വാക്കത്തിയാ നോക്കി? അറിയില്ല. ഗ്യാസ് തീർന്നോ? ഗ്യാസ് ഉണ്ട്. പക്ഷെ ഇതൊന്ന് വെട്ടി ഉണക്കി വെച്ചാ അത് എപ്പോഴെങ്കിലും ഉപകാരപ്പെടുമല്ലോ എന്ന് ഓർത്താ. പിന്നെ മറ്റന്നാത്തെ കാര്യം ഓർമ്മയുണ്ടല്ലോ. അമ്പലത്തിൽ പോണല്ലേ? അതൊക്കെ ഓർമ്മയുണ്ട്. നമ്മളെ മറ്റന്നാ രാവിലെ പോയാ അതിന്റെ പിറ്റേന്നേ വരുവുള്ളേ ഡ്രസ്സൊക്കെ എടുത്തോണം. അയ്യോ, പിറ്റേന്നോ? പിന്നെ ഞങ്ങൾ അന്ന് തന്നെ പോരൂ. പിന്നെ അന്നദാനം താലപ്പൊലി ഒന്നും കഴിഞ്ഞിട്ട് അന്ന് വരാൻ പറ്റത്തില്ല. പിറ്റേന്ന് വന്നാ മതി. അന്നദാനം താലപ്പൊലിയൊക്കെ കഴിഞ്ഞിട്ടേ പോരുള്ളൂന്നേ. എന്തിനാ അവിടെ അതിന് താലപ്പൊലി കഴിയുമ്പോ തന്നെ 11 മണിയാവും. അല്ലെ തന്നെ അന്യന്റെ വീടൊന്നും അല്ലല്ലോ, എന്റെ വീടല്ലേ. എന്റെ വീടെന്ന് പറഞ്ഞാൽ നാത്തൂന്റെ വീടാ. അച്ഛൻ അറിഞ്ഞ ഓടിക്കും. അച്ഛൻ വിളിച്ചില്ല നാത്തൂനെ? വിളിച്ചായിരുന്നു, പറഞ്ഞായിരുന്നു എന്തായാലും വന്നോന്നൊക്കെ പറഞ്ഞായിരുന്നു. ഇവനെന്താ പോയത്? അവിടെ ഇഷ്ടംപോലെ പണിയുള്ളതല്ലേ. ഏട്ടന് ജോലി കഴിഞ്ഞിട്ട് എവിടെയാ നേരം? നമ്മള് മറ്റന്നാ എല്ലാരും കൂടെ ഒന്നിച്ചല്ലേ പോണത്. അപ്പൊ പോയാ മതി. ഏട്ടന് അന്നത്തെ ദിവസം ലീവ് എടുക്കാന്ന് പറഞ്ഞു. കൊറേ നാള് കൂടിയാണോ ഇങ്ങനെ ഉത്സവമായിട്ട് കഴിക്കണേ? കഴിഞ്ഞ വർഷം നടത്താനിരുന്നല്ലേ, അപ്പോഴല്ലേ അച്ഛന് വലിവ് കൂടിയത്. പൈസ ഒത്തിരി ആവും. ആണല്ലേ? നിങ്ങൾ കൊടുത്തോ? ഞാനൊന്നും കൊടുത്തില്ല. അച്ഛൻ അതൊക്കെ നോക്കി. കള്ളി, അച്ഛൻ്റെ അടുത്ത് വലിക്കാൻ നോക്കണല്ലേ. പിന്നെ ഞാൻ എവിടെ നിന്ന് എടുത്ത് കൊടുക്കാനാ? നമ്മളപ്പോ എപ്പോ പോണം? നമുക്ക് രാവിലെ പോണം. ക്ലീറ്റോ ചേട്ടന് വരാൻ പറ്റത്തില്ലല്ലേ? വരാൻ പറ്റൂല. അന്ന് അങ്ങോട്ടെങ്കിലും എത്താൻ പറ. അത് നടക്കൂല. ഏട്ടാ, മറ്റന്നാ നമുക്ക് കുറച്ച് നേരത്തെ പോണേ. എവിടെ? ഉത്സവത്തിന് പോണ്ടേ? നമ്മളല്ലേ ഉത്സവം നടത്തണത്. കഴിഞ്ഞ മാസേ പറഞ്ഞല്ലേ ലീവ് എടുക്കണോന്ന്. അത് മറ്റന്നാളാണ്. മറ്റന്നാ. എത്ര നാളായില്ലേ നമ്മളെല്ലാരും കൂടെ എവിടെയെങ്കിലും ഒക്കെ പോയിട്ട്. പിള്ളേരെന്തായാലും ഹാപ്പി ആവും താലപ്പൊലി ഉള്ളതുകൊണ്ട്. നാത്തും താലം എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്.
നാത്തൂന് ഓ ചോറെടുത്ത് വെക്കട്ടെ. ആ അമ്പിളിക്കുട്ടാ പാണി പാളിയുടെ ഇല്ല ഇത് മറ്റന്നാൾ ഒരു പ്രശ്നമുണ്ട്. അതല്ല ജമന്തിയുടെ അവരുടെ കുടുംബക്ഷേത്രമല്ലേ? അപ്പം മറ്റന്നാളാണ് ഈ ഉത്സവം നടത്തുന്നത്. അവളുടെ അച്ഛൻ നടത്തുക അന്നദാനവും താലപ്പൊലിയും എന്തൊക്കെയുണ്ട് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ തലേദിവസമേ ചെല്ലണമെന്ന് പറഞ്ഞിരിക്കുക. ഇതിപ്പോൾ ആകെ പണിയാവുമല്ലോ. എൻ്റെ അടുത്ത് കഴിഞ്ഞ മാസമേ പറഞ്ഞാണ് ഞാനത് ലീവ് എടുത്ത് പോവാം, നമുക്ക് എല്ലാവരും ഒരുമിച്ച് പോകാമെന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഇല്ലില്ല, നോക്കട്ടെ, എന്തെങ്കിലും വഴിയുണ്ടോ നോക്കട്ടെ. നീ എല്ലായിടത്തും പറഞ്ഞായിരുന്നല്ലേ? എന്തായാലും ഞാൻ വിളിക്കടാ, ഇറങ്ങാൻ വിളിക്കാം കേട്ടാ. ഒഴിക്കട്ടെ. നാത്തും പറയണേ ഏട്ടാ, താലപ്പൊലി കഴിഞ്ഞിട്ടേ ഇങ്ങ് പോരുമെന്ന്. ഞാൻ പറഞ്ഞു പറ്റത്തില്ലെന്ന്. ഒന്നാമതെ ക്ലീറ്റോ ചേട്ടൻ പോലും ഇല്ല, പിന്നെ എങ്ങനെ വരാനാ രണ്ടുപേരും കൂടെ? തന്നെയല്ല അച്ഛനെന്ത് വിചാരിക്കും? ഞാൻ പറഞ്ഞു പിറ്റേന്ന് പോരാന്ന്. കഴിക്കേ കഴിക്ക്. ഈ മറ്റന്നാ എപ്പോൾ പോണ പറഞ്ഞത്? രാവിലെ പോണം നമുക്ക്. ശരിക്കും നമ്മൾ ഇന്ന് പോകേണ്ടതായിരുന്നല്ലേ ഏട്ടാ? അച്ഛൻ ഒറ്റയ്ക്ക് എന്തൊക്കെ ചെയ്യും? ഇതറിയാമോ, നമ്മൾ സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിക്കും എന്തിനാണ് ഈ ഓഫീസിൽ എന്നും കയറി പോകണമെന്നാണ്. എന്താ ഭയങ്കര പാടടി. കാരണം വെച്ചാൽ എല്ലാ ദിവസവും ഇങ്ങനെ ഒരു നമ്മളിൽ അടിമയ കണക്കാണ് അവിടെ പണിയണത്. ഓഫീസർമാർ നമ്മളെ തോളിൽ കുതിരാറ്, അവിടെ പോ ഇവിടെ പോ, അത് ചെയ്യ് ഇത് ചെയ്യ്, ജോലി കിട്ടുന്നത് വീണ്ടും പറയുക. ഇപ്പോൾ തന്നെ ഞാൻ ആലോചിക്കണം, നമ്മളിപ്പോൾ ഞാൻ എന്തായാലും അമ്പലത്തിൽ വരും. ഞാൻ എന്തായാലും അമ്പലത്തിൽ വരും. അല്ല എനിക്കിപ്പോൾ എൻ്റെ കുടുംബം നോക്കണം, എൻ്റെ വീട്ടുകാരെ നോക്കണം. അല്ലാതെ വർഷത്തിൽ ഒരിക്കൽ വരുന്ന അമ്പലത്തിൻ്റെ ആവശ്യത്തിന് പോകാതെ ഞാൻ ജോലി എന്ന് പറഞ്ഞ് നടന്ന ലീവ് കിട്ടത്തില്ലേ? ലീവിൻ്റെ ഒന്നുമല്ല, ഞാൻ ലീവ് എടുക്കണം എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ തോന്നുന്നു അങ്ങനെ മനഃപൂർവ്വം മറ്റന്നാ മീറ്റിംഗ് വെച്ചിരിക്കുന്നു. ലീവ് ഒരു മാസത്തിന് മുമ്പ് പറഞ്ഞല്ലേ? അതിപ്പോ സാങ്ഷൻ വന്നില്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അറിഞ്ഞ മനഃപൂർവ്വമായിട്ട് നമ്മളെ ഒരുപാട് ഇല്ല, നമ്മളത് അടിമപ്പണിയാണ് ചെയ്യുന്നത്. ഞാൻ പോവില്ല. ഇനിയിപ്പോ ജോലി വായിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. മറ്റന്നാ മീറ്റിംഗ് ഉണ്ടോ? ഒരു കാര്യമില്ലാത്തൊരു മീറ്റിംഗ് എടുത്ത് വെച്ചേക്കുന്നു. അതിൻ്റെ ഞങ്ങൾ നമ്മളൊക്കെ സാധാരണ ജോലിക്കാർ, അതിൻ്റെ ഇടയിൽ ഇപ്പോൾ മീറ്റിങ്ങിൻ്റെ കാര്യം എന്താണ് ഇവിടെ? ഒരു കാര്യമില്ല. പക്ഷേ ചുമ്മാ അല്ല, എത്ര മണിക്ക് കഴിയും? അതങ്ങനെയൊക്കെ അറിയാം. എന്തിനും ആര് പോണേന്? ആര് പോണ്? എനിക്ക് കൊച്ചു താലപ്പൊലിക്ക് മക്കളെ ഇറങ്ങണ കാണണം, നിങ്ങളും അവളും ഒക്കെ ഇതായിട്ട് നിൽക്കണ കാണണം, അച്ഛൻ്റെ അടുത്ത് 2 ദിവസം നിൽക്കണം, അങ്ങനെയൊക്കെ അല്ലേ? നമ്മുടെ നമുക്ക് വർഷത്തിൽ ഒരിക്കലല്ലേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു കാര്യമല്ലല്ലോ. അവിടെ ആരോടും വഴക്കടിക്കണ്ട. അല്ലല്ല, ഇപ്പൊ സംഭവിക്കാൻ അറിയാമോ? എനിക്കറിയാം. അയാളുടെ നമ്പർ ഇതിപ്പോൾ 2-3 മീറ്റിങ്ങിന് പോകാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ പേരിൽ ഒരു ബ്ലാക്ക് ലിസ്റ്റ് ഉണ്ടാക്കി വയ്ക്കുക. എന്നിട്ട് എന്തെങ്കിലും പ്രൊമോഷൻ വരുമ്പോൾ അതിൻ്റെ ഒരു തടസ്സം പിടിക്കുക. പ്രൊമോഷനത്തിന് ഒരിക്കൽ കിട്ടിയിട്ട് പോയില്ലേ, ഫോട്ടോ നോക്കും. അത് തീരൂല. എനിക്കൊരു വിശ്വാസമില്ല. എന്തിനാ പോണ്ടെന്ന്? നമുക്ക് അമ്പലത്തിൽ മതി. മറ്റന്നാൾ രാവിലെ 4 മണി റെഡി ആവുന്നു, നമ്മുടെ വണ്ടി എടുത്താൽ എല്ലാവരും പോകും. അത്ര തന്നെ. അല്ല ഇനിയിപ്പോ ജോലിക്കൊക്കെ പ്രശ്നം വരുമെങ്കിൽ സാരമില്ല, വരണേ വരട്ടോ. അല്ല ഇപ്പൊ എന്ത് ചെയ്യാൻ? നീ എൻ്റെ അമ്പലത്തിൽ പോണം. സാരമില്ല ഏട്ടാ, ഞാൻ പോകുന്നുണ്ടല്ലോ, ഞാൻ അച്ഛനോട് പറയാം. അല്ലാതെ ഇപ്പൊ എന്ത്? അച്ഛൻ ചാടി കയറൂലേ? അച്ഛനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാ? എല്ലാം നടക്കണ്ടേ? എനിക്കറിയാൻ എന്ത് ചെയ്യണം. അപ്പൊ നിങ്ങൾ തന്നെ അങ്ങനെ പോകും? പിന്നെ അത് ഞങ്ങൾ രാവിലെ ഞാനും നാത്തൂനും പിള്ളേരും വിട്ട് പോവാം. ക്ലീറ്റോ ഇല്ലല്ലോ, അതാണ്. ക്ലീറ്റോ ചേട്ടനെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു. എത്ര നാൾക്ക് മുമ്പ് അച്ഛൻ പറഞ്ഞതാ. നിങ്ങൾ പോവോ? നിങ്ങൾ എങ്ങനെ ഇപ്പൊ പോകാതെ ഇപ്പൊ പിന്നെ എന്ത് ചെയ്യും? പോവണ്ടേ? ഒരു വണ്ടി വല്ലതും വിളിച്ചു വിട്ടാ എങ്ങനെയെങ്കിലും പോവാം. ഏട്ടൻ ഇനി ഇതും പറഞ്ഞ് ഓഫീസിൽ ചെന്ന് ആരോടും വഴക്കൊന്നും പിടിക്കണ്ട. വഴക്കൊന്നുമില്ല, അത് എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് ഇരിക്കണത്. അത് പോട്ടെ. ഇപ്പൊ നീ കഴിച്ചാ? ഞാൻ കഴിച്ചോളാം, എന്റെ വിശപ്പൊക്കെ പോയി. നീ അച്ഛനെ ഇപ്പൊ വിളിച്ച് പറഞ്ഞ മറ്റേ നിങ്ങൾ എല്ലാവരും രാവിലെ അങ്ങ് പോകണം. ഇപ്പൊ വിളിച്ചു പറഞ്ഞാൽ ഇപ്പോഴേ തുടങ്ങും. അല്ല, നിങ്ങൾ ചെല്ലുമ്പോൾ അന്വേഷിക്കുമ്പോൾ നീ പറഞ്ഞാൽ മതി. മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. അതേപോലെ എന്ത് ചെയ്യാൻ നമ്മളിപ്പോ?
അത് ഞാൻ പറയാം. ഏട്ടൻ ഇനി അതോർത്ത് വിഷമിക്കണ്ട. കഴിക്ക്. സാരല്ല, നിങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കണമെന്ന് കാണുന്നുണ്ടായിരുന്നു. പക്ഷേ സർക്കാർ ജോലിക്കാരന്മാരെ ബുദ്ധിമുട്ട് അവർക്കല്ലേ അറിയോ. എടി പെണ്ണേ, വരുവാ. കൊള്ളാട്ടാ. ഇപ്പൊ എന്റെ ആവശ്യം പോലെയായി. രാവിലെ പോണെന്ന് പറഞ്ഞ് ബഹളം വെച്ചോളാ. ഇറങ്ങാനും കൂടും. ബസ് പോയാ പിന്നെ വരുവാ. ഭക്ഷണം കഴിക്കണേ. എന്തുവാ? അല്ല, നീ അവിടെ നിന്ന് വേറെ വല്ല വഴിക്കും പോകുന്നുണ്ട്, ഇങ്ങോട്ട് വരുന്നില്ലേ? ഏട്ടൻ ഇവിടെ അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കാറുണ്ടല്ലോ നാത്തൂനെ. അപ്പൊ നീ അച്ഛനെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പോകുമ്പോഴത്തേനും അവൻ ഒറ്റയ്ക്കല്ലേ ഇവിടെ? അപ്പൊ അപ്പുറത്ത് നാത്തൂനില്ലേ? എന്റെ പെണ്ണെ, അവനൊന്നും ഒരു കുഴപ്പവും ഇല്ല. ഉണ്ടോ? മിക്കവാറും ഇയാള് മീറ്റിംഗ് ഒക്കെ കളഞ്ഞിട്ട് രാത്രി തന്നെ അവിടെ എത്തും. അല്ലെങ്കിൽ ഞാനിങ്ങോട്ട് വരും. എന്നാ പിന്നെ പോകണ്ട, അതാ നല്ലത്. ഇത് പോവാം. പോട്ടെ. ഒരു രാത്രി നിൽക്കാനൊക്കെ ഉള്ള പാങ്ങൊക്കെ അവനുണ്ട്. കുഴപ്പമല്ലോണ്ടോ? എന്നാ പിന്നെ ഒന്ന് ഇളിച്ച് കാണിക്ക്. ഇവനോ അതിലെന്ന് പറഞ്ഞു പോണോട്ടോ. എന്റെ പൊന്നോ, ലോകത്തൊന്നുമില്ല ഇങ്ങനത്തെ ഒരു ഭാര്യയും ഭർത്താവും. ഇങ്ങോട്ട് പാടി വെച്ചേ. അവളല്ലേ വഴി പോയി നിൽക്കണം. യാത്രയും പറഞ്ഞ് ഇറങ്ങയില്ല. അങ്ങനെ അതങ്ങ് നടന്നു. എത്ര വർഷമായിട്ടാഗ്രഹിക്കണ കാര്യം യവന്മാരൊക്കെ കൂടെ ഒന്ന് കൂടാന്ന്. പക്ഷെ അളിയ നീ ഇല്ലെങ്കിൽ അത് നടക്കൂല. യവൻ കാര്യമാണ് അത് നടന്നത് തന്നെ. മനപ്പുറം പറ്റിയല്ല, ഞാൻ പറഞ്ഞില്ല അളിയാ. ഞാൻ ഒരു സമാധാനം അളിയാ. വീട്ടിലെന്താ നിന്ന് തിരിയാകുമ്പോ അങ്ങോട്ട് കുറ്റം ഇങ്ങോട്ട് കുറ്റം. അയ്യോ തലപ്രാന്തെടുത്ത്. അതാ പറഞ്ഞ സത്യം. നിങ്ങളുടെ അതേ അവസ്ഥയാണ് ഗൾഫിൽ. തിരിയാൻ പറ്റില്ല. ഓഫീസിൽ ചെന്നെത്തിയ കോള്, ഓഫീസിൽ ഇരിക്കുമ്പോൾ കോള്, ഉച്ചയ്ക്ക് ഉണ്ണാൻ ചെല്ലുമ്പോൾ കോള്, ഇപ്പൊ ഇറങ്ങിയ കോള്. സത്യത്തിലുണ്ടല്ലേ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ. പക്ഷെ ഭയങ്കരനാടാ. എന്താ നീ നിന്റെ പെണ്ണുമ്പിള്ള കൊണ്ട് അവിടെ ആക്കിട്ട് വന്നില്ലേ? എന്റെ ഭാര്യ നല്ല സ്നേഹമുള്ള അത് അതും കണ്ടായിരുന്നു. ഇങ്ങോട്ട് നോക്ക്. ഡോക്ടറെ കാണിക്കണം കേട്ടാ. ഞാൻ നോക്കി, രണ്ടോട്ടം നോക്കി, കുഴപ്പമൊന്നുമില്ല. പിന്നെ അവളവിടെ നീ അവിടെ ആക്കിയിട്ട് അതുപോലെ ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വന്നു. നീ വരുമ്പോ നല്ലൊരു സാധനം കൊണ്ടുപോകാൻ തരാം. എന്തോന്ന് കൂറ സാധനം വന്നിട്ട് 2 ആഴ്ചയായി. മറ്റന്നാൾ തിരിച്ചു പോവുകയാണ്. അവിടെ സാധാരണ ഗൾഫുകാർ വന്നു കഴിഞ്ഞാൽ 2 ദിവസം പോലും വീട്ടിൽ സാധനം ഇരിക്കത്തില്ല. അത് ശരിയാണ്. 2 ആഴ്ച വെച്ച് എന്ത് ചെയ്യാൻ? ഒരു കാര്യം ഓർക്കുന്നുണ്ടോ? നമ്മള് അന്ന് ഷാപ്പിൽ പോയപ്പോഴേ ഈ പാട്ട് പാടി അന്ന് ഒരു അപ്പുറത്തെ റൂമിലിരുന്ന ഒരു ഗ്ലാസ് അടിച്ച് പൊട്ടിച്ച് കടലിലോളങ്ങളെ തള്ളി നീന്തി നീ വരുമ്പോൾ സമ്മാനമായി ഞാൻ നിനക്കൊരു വെള്ളാമ്പൽ പൂവ് തരാ. വെള്ളാമ്പൽ പൂവ് തരാ. പാൽക്കടലിലോളങ്ങളെ തള്ളി നീന്തി നീ വരുമ്പോൾ സമ്മാനമായി ഞാൻ നിനക്കൊരു വെള്ളാമ്പൽ പൂവ് തരാ. വെള്ളാമ്പൽ പൂവ് തരാ. ചെമ്മാനം പൂക്കണല്ലോ, തെങ്കാറ്റ് വീസണല്ലോ. ചെമ്മാനം പൂക്കണല്ലോ, തെങ്കാറ്റ് വീസണല്ലോ. വെള്ളിമേഘ തേരിലേറി നീ വരുന്ന നേരം, വെള്ളിമേഘ തേരിലേറി നീ വരുന്ന നേരം സമ്മാനമായി സമ്മാനമായി
ഹലോ മോളെ എന്താ ജന്തി കിടന്നടേ കഴിച്ചായിരുന്നു കഴിച്ചു അവിടെ എന്താ ശരി ശരി സൂക്ഷിച്ചൊക്കെ നിൽക്കണേ ശരി ശരി സമാനമായി കയ്യങ്ങളെല്ലാം കഴിഞ്ഞുവല്ലോ കരയെടുത്തു നിന്റെ ഭാര്യയുടെ സ്നേഹം കുറച്ച് കൂടിപ്പോയി. ഇവക്ക് എന്തെന്നറിയാൻ പറ്റില്ല കടിച്ച് എന്തി അല്ല ഞാൻ മൂത്രമൊഴിക്കാൻ വേണ്ടി എഴുന്നേറ്റതാ ഓ ഓ ഓ ഓ ഞാൻ വിളിക്കാം രാവിലെ രാവിലെ എല്ലാം ചില സമയമൊക്കെ എവിടെയൊക്കെ വലിച്ചു ഭിത്തി ഓട്ടിക്കാൻ തോന്നുന്നു. ചുമ്മാ കിടന്ന് വിളിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇപ്പൊ അവിടെ കിടന്ന് അല്ലേ നമ്മള് മൂട് പോയെന്നല്ലോ കുഴപ്പമൊന്നുമില്ലല്ലോ മൂടും പോയില്ല ഒന്നും പോയില്ല നിന്റെ കൂടെ പോയാടാ? ഇല്ല അടിച്ചത് മൊത്തം പോയി നിനക്കിത് പോരല്ലോ സമാനമായി സമാനമായി ഞാൻ നിനക്കൊരു വെള്ളാമ്പൽ പൂവ് തരാം. വെള്ളാമ്പൽ പൂവ് തരാം. എന്ത് ചെയ്യുമെന്ന് പറയുന്നത് ഇവക്ക് വേറെ ഒരു ജോലി തോന്നുന്നു ഉറങ്ങി രാവിലെ വരൂലേ എന്ത് ചെയ്യുമെന്ന് സത്യം പറഞ്ഞാണ്ടല്ലേ എവളുമാരെ കൊണ്ട് ജീവിക്കാൻ പറ്റുന്ന കണ്ടീഷനാണല്ലേ ഭാര്യ എന്ന് പറയുന്നത് അവിടെ ചെയ്താൽ കുറ്റം ഇറങ്ങി പോയി വന്ന് കഴിച്ച് ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്ന കാര്യം എന്താണ് നമ്മളത് എന്ത് നല്ല മൂടാണ് നമ്മൾ ഓരോന്ന് ക്രിയേറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. എപ്പോഴും ഇതിനിടയ്ക്ക് ഫോൺ വന്നു കഴിഞ്ഞാൽ ഓഫ് ചെയ്ത് വെച്ചാൽ നമ്മുടെയൊക്കെ ഫോൺ ഇതുപോലെ പരിപാടിക്കണ്ടല്ലോ മൊബൈലും ഓഫ് ചെയ്ത് വെക്കുക. അതാണ് എനിക്ക് പറ്റിയ അബദ്ധം അതാണ് ഫോൺ എടുത്തില്ല. അയ്യാ ചില സമയത്ത് ഇതിലൊക്കെ നമ്മൾ ഈ സ്വഭാവങ്ങൾ കാണും. ഡൈവേഴ്സ് വന്നു ഒരിക്കലല്ല, ഞാൻ എൻ്റെ സ്വഭാവം അനുസരിച്ച് അവളെ സ്വഭാവം അനുസരിച്ച് ഒരു 10-15 പ്രാവശ്യം ഡൈവേഴ്സ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ജീവിതത്തില് നല്ല മൂഡിലായിരുന്നു. ഇനി ആ ഫോൺ എടുക്കൂല. അപ്പൊ നമ്മള് വീണ്ടും ദാരിദ്ര്യം അടിച്ചിട്ട് പെണ്ണ് കെട്ടണ്ട അച്ഛനും അമ്മ കൂടാറെല്ലാം പറഞ്ഞു അത് ഞാൻ കെട്ടി കൊടുത്തു. തീർന്നു തൊലഞ്ഞ് ജീവിതം. ഇനി നമ്മുടെ അനിയന്മാരത്ത് പറയാൻ ഒറ്റ പുതിയ തലമുറയോട് നമ്മളെ ഉപദേശം ദയവേത് പെണ്ണ് കെട്ടരുത്. പെണ്ണ് കെട്ടിയാൽ നിന്റെയൊക്കെ ജീവിതം അത്രയ്ക്കങ്ങ് പോണം. അപ്പുറത്തെ മറ്റേ സാറിന് വിടുന്ന സാറിന് വേണമെങ്കിൽ കൊടുക്കാമല്ലോ. വരാ സാറേ. ഇപ്പൊ ഇപ്പൊ വേറെ കാര്യമൊന്നുമില്ലല്ലോ. അവിടെ എല്ലാം പൂച്ചയെ പട്ടിയൊക്കെ എന്റെ
Alien versus Alien.